ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. RR വേഴ്സസ് PBKs തമ്മിലുള്ള IPLിലെ 18ാം മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ടോസ് ലഭിച്ച നായകൻ ശ്രേയസ് അയ്യർ PBKസിന് വേണ്ടി ആദ്യം ഫീൽഡ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. രാജസ്ഥാൻ റോയൽസിന് വേണ്ടി നായകനായിട്ട് സഞ്ജു സാംസൺ മടങ്ങിയെത്തുന്നുള്ള പ്രത്യേകത കൂടി ഒരു മത്സരത്തിന് ഉണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. ഏതായാലും ആദ്യം ബാറ്റ് ചെയ്യാനെത്തിയ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി മികച്ച തുടക്കമാണ് സഞ്ജു സാംസണും ജയ്സ്വാളും കൂടിയിട്ട് പവർ പ്ലേയിൽ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നത്. വിക്കറ്റുകളൊന്നും നഷ്ടം കൂടാതെ മികച്ചൊരു സ്കോറിലേക്ക് തന്നെ RRനെ കൊണ്ടുപോകാനും ഈ ഒരു ഓപ്പണിംഗ് സഖ്യത്തിന് സാധിച്ചിട്ടുണ്ട്. വീഡിയോ തുടരും മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഒന്ന് പരിഗണിക്കാനും മറക്കല്ലേ. അപ്പോൾ വീഡിയോ തുടരാം. ക്യാപ്റ്റനായിട്ടുള്ള സഞ്ജു സാംസൺ 26 പന്തുകളിൽ നിന്ന് 6 ഫോറുകളുടെ സഹായത്തോടുകൂടെ, അതായത് 4 കൊണ്ട് 6 അടിച്ചുകൊണ്ട് 38 റൺസിലാണ് സഞ്ജു പുറത്താവുന്നത്. ലോക്കി ഫർഗ്യൂസിന്റെ പന്തിൽ ശ്രേയസ് അയ്യർ പിടിച്ചുകൊണ്ടാണ് സഞ്ജു മടങ്ങുന്നത്. തീർച്ചയായിട്ടും കളിയിലെ 10.2 ഓവറിലാണ് ഇത് സംഭവിക്കുന്നത്. ലോക്കി ഫർഗ്യൂസിന് എറിഞ്ഞ ആ ഒരു പന്ത് എന്നുള്ളത് തീർച്ചയായിട്ടും 6 അടിക്കാൻ നല്ലൊരു സ്ലോട്ടിൽ ലഭിച്ച ഒരു ബോൾ കൂടിയായിരുന്നു. അങ്ങനെയാണ് കണ്ടിട്ട് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും സഞ്ജു അതിനുവേണ്ടി തന്നെയായിരിക്കണം ശ്രമിച്ചിട്ടുണ്ടായിരുന്നതും. പക്ഷേ അത് നല്ലൊരു എലിവേഷൻ ലഭിക്കാത്തത് കൊണ്ട് തന്നെ ശ്രേയസ് അയ്യറിലേക്ക് എത്തുകയായിരുന്നു. ആ ഒരു വിക്കറ്റ് നഷ്ടമായതിനു ശേഷം പിന്നീട് സഞ്ജു നടത്തിയിട്ടുള്ള വല്ലാത്തൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ബാറ്റൊക്കെ വലിച്ചെറിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം മുകളിലേക്ക് ബാറ്റ് വലിച്ചെറിഞ്ഞുകൊണ്ട് വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു സഞ്ജു സാംസൺ. മോശമില്ലാത്ത മികച്ചൊരു പ്രകടനം തന്നെ അദ്ദേഹത്തിൽ നിന്ന് വന്നുവെങ്കിൽ കൂടി സഞ്ജു അത്ര ഹാപ്പി ആയിരുന്നില്ല എന്നുള്ളതാണ് ആ ഒരു റിയാക്ഷനിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും ജയ്സ്വാൾ അദ്ദേഹം തന്റെ ഫോം കാണിച്ചു തന്നൊരു മത്സരം കൂടിയായിരുന്നു. 45 പന്തുകളിൽ 3 ഫോറുകളുടെയും 5 സിക്സറുകളുടെയും സഹായത്തോടുകൂടെ 67 റൺസ് യശസ്വി ജയ്സ്വാൾ അടിച്ചു കൂട്ടിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് വൺ ഡൗൺ ആയിട്ട് ഇറങ്ങിയിട്ടുള്ള റിയാൻ പരാഗിന്റെ പൊളിച്ചെടുക്കലാണ്. 25 പന്തുകളിൽ 3 ഫോറുകളും 3 സിക്സറും സഹിതം 43 റൺസ് അടിച്ചുകൂട്ടാൻ പരാഗിന് സാധിച്ചിട്ടുണ്ട്. നിതീഷ് റാണ 12 റൺസ്, ഹെറ്റ്മേർ 20 റൺസ്, അവസാനം വന്നുകൊണ്ട് ധ്രുവ് ജുറേലിന്റെ പൊളിച്ചെടുക്കൽ 5 പന്തുകളിൽ നിന്ന് 13 റൺസ്. ഇതൊക്കെ വന്നപ്പോൾ ഒടുവിൽ രാജസ്ഥാൻ റോയൽസ് ആണ് ഈ ഒരു IPL ചരിത്രത്തിൽ ഏറ്റവും അധികം സ്കോർ ഈ ഒരു പിച്ചിൽ നേടുന്ന ടീമായിട്ട് മാറിയത്. അതേ ഒരു റെക്കോർഡ് കൂടി RR കുറിച്ചു എന്ന് സാരം. നിശ്ചിത 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 205 എന്ന കൂറ്റൻ സ്കോർ രാജസ്ഥാൻ റോയൽസിന് അടിക്കാൻ സാധിച്ചിരിക്കുന്നു. മറുപടി ബാറ്റിംഗിൽ PBKസിന് ഒട്ടും എളുപ്പമല്ല കാര്യങ്ങൾ. കാത്തിരിക്കാം. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.